നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നടക്കുക എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്ന വിവരമാണ്. ICC ഇപ്പോൾ ആ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡലിലായിരിക്കും നടത്തപ്പെടുക. ഹോസ്റ്റ് പാകിസ്ഥാനാണ്, പക്ഷേ ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ ന്യൂട്രൽ വെന്യൂവിലായിരിക്കും എന്നുള്ളതും കഴിഞ്ഞ ദിവസം അറിയിക്കുകയുണ്ടായി. ഇപ്പോൾ അതിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും, അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. ഒരു കാര്യം കൃത്യമായിട്ട് ആദ്യമേ പറയട്ടെ, ഇത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഷെഡ്യൂളല്ല, ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണ് നമ്മൾ ഈ അവതരിപ്പിക്കുന്നത്. കൃത്യമായിട്ട് നമ്മുടെ തംബ്നെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണിത്. റവ് സ്പോർട്സ് പുറത്തുവിട്ടുള്ള ഷെഡ്യൂളാണ്. ICC ഒഫീഷ്യലായിട്ട് ഒരു പക്ഷേ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ഇത് പുറത്തു വിടും. ഇത് തന്നെയായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. പക്ഷേ ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെ, ആ ന്യൂട്രൽ വെന്യൂ ഏത് എന്നുള്ള കാര്യത്തിലാണ് ഇനി നമുക്ക് ഒരു വ്യക്തത വരേണ്ടത്. ഏതായാലും വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോകാം. 8 ടീമുകളാണല്ലോ ചാമ്പ്യൻസ് ട്രോഫി കളിക്കുന്നത്. 2 ഗ്രൂപ്പുകൾ. അതിൽ ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ വരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ന്യൂസിലാൻഡും ബംഗ്ലാദേശുമാണ് ഗ്രൂപ്പ് എയിലെങ്കിൽ, ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനുമാണ് വരുന്നത്. സോ ഗ്രൂപ്പിലുള്ള ടീമുകൾ പരസ്പരം മത്സരിക്കുന്ന രൂപത്തിൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഉണ്ടാകും. അതിനുശേഷം ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകൾ വീതം സെമി ഫൈനലിലേക്ക് പോകും. സോ ഫെബ്രുവരി 19 ആദ്യ മത്സരം കറാച്ചിയിലാണ് നടക്കുന്നത്. പാകിസ്ഥാനിൽ കറാച്ചിയിലും ലാഹോറിലും റാവൽപിണ്ടിയിലുമായിട്ടാണ് അവർ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയുടെ മത്സരങ്ങളും മറ്റുമൊക്കെ ന്യൂട്രൽ വെന്യൂവിലായിരിക്കും. സോ ഫെബ്രുവരി 19 കറാച്ചിയിൽ വെച്ചിട്ട് പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിൽ ആദ്യ മത്സരം നടക്കും. അതായിരിക്കും ഉദ്ഘാടന മത്സരം. ഫെബ്രുവരി 20 ഇന്ത്യയുടെ മത്സരം. അത് ന്യൂട്രൽ വെന്യൂവിലായിരിക്കും. ബംഗ്ലാദേശ് വേഴ്സസ് ഇന്ത്യ മത്സരം. ദെൻ ഫെബ്രുവരി 21 അടുത്ത മത്സരം കറാച്ചിയിൽ അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ കളിക്കും. ഫെബ്രുവരി 22 ലാഹോറിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ കളിക്കും. ഇന്ത്യയുടെ അടുത്ത മത്സരം വരുന്നത് ഫെബ്രുവരി 23 അത് ന്യൂട്രൽ വെന്യൂവിലായിരിക്കും. പാകിസ്ഥാൻ വേഴ്സസ് ഇന്ത്യ മത്സരം. അതൊരു തീ പറക്കുന്ന പോരാട്ടമായിരിക്കും. നമ്മളൊക്കെ കാത്തിരിക്കുന്ന മത്സരം അതാണ്. ഫെബ്രുവരി 24 റാവൽപിണ്ടിയിൽ ബംഗ്ലാദേശും ന്യൂസിലാൻഡും തമ്മിൽ കളിക്കും. ഫെബ്രുവരി 25 വീണ്ടും റാവൽപിണ്ടിയിൽ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ കളിക്കും. ഫെബ്രുവരി 26 ലാഹോറിൽ അഫ്ഗാനിസ്ഥാനും ഇംഗ്ലണ്ടും തമ്മിൽ കളിക്കും. ഫെബ്രുവരി 27 റാവൽപിണ്ടിയിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും കളിക്കും. ഫെബ്രുവരി 28 ലാഹോറിൽ അഫ്ഗാനിസ്ഥാനും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കും. ദെൻ മാർച്ച് 1 കറാച്ചിയിൽ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം. ഒടുവിൽ മാർച്ച് 2 ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരം, ഇന്ത്യയുടെ അവസാന മത്സരം കൂടിയാണ്. ന്യൂട്രൽ വെന്യൂവിൽ ന്യൂസിലാൻഡും ഇന്ത്യയും തമ്മിൽ കളിക്കും. സോ ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മത്സരങ്ങളുടെ തീയതികൾ ഒരിക്കൽ കൂടി പറയാം. ഫെബ്രുവരി 20 ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരം. ഫെബ്രുവരി 23 പാകിസ്ഥാൻ വേഴ്സസ് ഇന്ത്യ മത്സരം. മാർച്ച് 2 ന്യൂസിലാൻഡ് വേഴ്സസ് ഇന്ത്യ മത്സരം. ഇതാണിപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങളനുസരിച്ചുള്ള ഗ്രൂപ്പ് സ്റ്റേജിലെ ഷെഡ്യൂൾ. പിന്നെ മാർച്ച് 4 ആദ്യ സെമി ഫൈനൽ മത്സരം. അത് ഗ്രൂപ്പ് എയിലെ വിന്നേഴ്സും ഗ്രൂപ്പ് ബിയിലെ 2ാം സ്ഥാനക്കാരും തമ്മിലായിരിക്കും. മാർച്ച് 5 2ാം സെമി ഫൈനൽ മത്സരം. അതിൽ ഗ്രൂപ്പ് ബിയിലെ വിന്നേഴ്സും ഗ്രൂപ്പ് എയിലെ 2ാം സ്ഥാനക്കാരും തമ്മിലായിരിക്കും. അതിനുശേഷം മാർച്ച് 9 ഫൈനൽ എന്നാണ് ലഭ്യമാകുന്ന വിവരം. ആ ഫൈനലിന് ഒരു റിസർവ് ഡേയും ഉണ്ടാകും. മാർച്ച് 10 റിസർവ് ഡേയും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ റവ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ആണെന്ന് ഒരിക്കൽ കൂടി പറയുന്നത്, കൺഫേംഡ് അല്ല. പക്ഷേ ഇതേ രൂപത്തിൽ തന്നെയാണ് വരിക എന്നാണിപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ. ന്യൂട്രൽ വെന്യൂ ഏതായിരിക്കും എന്നുള്ളതും അറിയേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ICC ഇത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.